പോലെ തിരിച്ച് പോകാനാണ് പ്ലാൻ. കാരണം അറിയാമോ, നമ്മളെ വെള്ളം അവിടെ ഇല്ല, വെള്ളത്തിൻ്റെ ചേട്ടൻ ഉണ്ണാൻ പോയി. അപ്പോൾ അതുകൊണ്ട് ഈ സാധനത്തിൽ കയറി തിരിച്ച് പോകാൻ, ഈ കയറി തന്നെ വീണ്ടും വലിച്ചിട്ട് പോകാനാണ് പ്ലാൻ. കഷ്ടമാണ്. അമ്പൂരി ഒരു ബ്യൂട്ടിഫുൾ സ്ഥലത്താണ്. കുറച്ച് ഈ സ്ഥലം നിങ്ങൾക്ക് ഒരുപാട് ആൾക്ക് അറിയാം, ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് വീഡിയോ. പക്ഷേ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. കണ്ടില്ല, ഇവിടെ വെള്ളമുണ്ട്. അത് മാത്രമല്ല ഇവിടെ വേറൊരു ഫെസിലിറ്റി ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ഞാൻ അവിടെ തന്നെ പോയി കാണിച്ചു തരാം എന്ത് സംഭവമാണെന്ന്. ഒരു കൃത്രിമമായിട്ടൊരു പാലം ഉണ്ടാക്കി. ഇത് പുതിയ പാലത്തിൻ്റെ പണി നടന്നിരിക്കുന്ന സ്ഥലമാണ്. നമുക്ക് ഈ പാലത്തിൽ കൂടെ കയറി അപ്പുറത്ത് പോയിട്ട് തിരിച്ചവിടെ നിന്ന് ഇപ്പുറത്ത് വരാം. കണ്ടായിരുന്നു ശരി, വെള്ളം കയറണ്ട കേട്ടോ. മോനെ നമ്മളെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ കയറുന്നൊരു ഫീലാണ് കേട്ടോ ഈ വെള്ളത്തിൽ ഇങ്ങനെ പോകുമ്പോൾ. എന്തായാലും സംഭവം ഭയങ്കരപ്പെട്ട കണ്ടുപിടുത്തം തന്നെ. ഈ പാലത്തിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. ഓ, അത് ഈ പാലം പണി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സൗകര്യം കിട്ടത്തില്ല കേട്ടോ. ഇതുവഴി നമുക്ക് ഈ വെള്ളത്തിൽ നടുക്കൂടെ ഇങ്ങനെ പോകുന്നൊരു സംഭവം ഒരിക്കലും കിട്ടത്തില്ല. അത്രയും കിട്ടില്ല സ്ഥലമാണ്. എന്ത് പറയാനാണെന്നറിയത്തില്ല. കാര്യം കണ്ടില്ലേ, പാലം പണി നടക്കുന്നതേ ഉള്ളൂ. അപ്പം താൽക്കാലികമായി ആൾക്കാർക്ക് പോകാൻ വേണ്ടി അവർ നിർമ്മിച്ച ഒരു കിട്ടില്ല ഫെസിലിറ്റി പാലമാണ്. നമ്മളെ ഇരിപ്പ നിറച്ച് അതിൻ്റെ ഇരുമ്പ് കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പക്ഷെ ഇവിടുത്തെ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതിക്കപ്പുറം നമ്മൾ വലിച്ച് തന്നെ കൊണ്ടുപോകണം. നമ്മൾ വലിയ പാലം വലിയൊരു ആ ഒരു വലിയ ഫെസിലിറ്റിയാണ്. അതാണ് ഈ പാകപ്പാട തെറ്റി. എൻ്റെ മോനെ ഇത് കണ്ടായിരുന്നോ? അതിങ്ങനെ വലിച്ചിട്ട് നമുക്ക് ഇതിനപ്പുറത്തോട്ട് പോകണം. അതിന് എങ്ങനെ വലിച്ച് എങ്ങനെ പോകുന്ന ഒരു പിടിയുമില്ല. എന്തായാലും ആരെങ്കിലും ആരും വരെയൊന്നുമില്ല, നമ്മൾ തന്നെ വലിക്കണം. അത് വേറെ കാര്യം. ഇതിപ്പോൾ വലിച്ച് ഞാൻ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ തിരിച്ച് വരാൻ വേണ്ടി വെള്ളം വേണം. പക്ഷേ ഇതിൽ കോമഡി വെച്ചാൽ വെള്ളം അപ്പുറത്ത് നിൽക്കുന്നേ ഉള്ളൂ. വെള്ളം പെട്ടെന്ന് ഇപ്പുറത്ത് വരുമെന്ന് അറിയത്തില്ല. അതാണ് വലിയ കോമഡി. എന്തായാലും ഈ സാധനം വലിച്ച് നോക്കാം, വരുമോ ഇല്ലെന്ന് അറിയത്തില്ല. ഒറ്റയ്ക്ക് വലിച്ച് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു. അങ്ങനെ സാഹസികമായി ഞാൻ ഈ വെള്ളം വലിച്ച് അപ്പുറത്തോട്ട് പോകാൻ പോകുന്നു. എല്ലാവരും വെള്ളം വരുന്നു. പെട്ടെന്ന് പലതരം മെക്കാനിസം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സീരിയസ് ആയിട്ടാണ്. എന്തായാലും സംഭവം എന്തൊരു സെറ്റായിട്ടുണ്ട്. അതൊരു പോർട്ടബിൾ പാലം. ഇത് കയറി താഴെ പോകുന്നില്ല. കാര്യം കുഴപ്പമില്ല, വളരെ വലിയായിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് ഇപ്പുറത്ത് വന്ന് ഇതെന്തായാലും വളരെ സെറ്റപ്പായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ചാടി എന്താ പൊന്നും മോനെ എങ്ങോട്ടാ പോകണം. തയ്യാറെടുക്കുന്നുണ്ട്. സംഭവം എന്തായാലും കണ്ടുപിടിക്കും. എന്ത് സ്പീഡാട്ടോ നമ്മൾ. ഇവിടെ കിടന്ന് കറങ്ങണം, അങ്ങോട്ട് പോകണില്ലല്ലോ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ തല കറക്കി പോ. യെസ്,
പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ അപ്പുറത്തിരിക്കുന്നു. എന്തായാലും ഇവിടെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു സെറ്റപ്പ്. ഇതിൽ കയറുന്ന വഴിയാന്നൊരു പിടിയുമില്ല. മിക്കവാറും ഇതിനകത്ത് കയറാനായിരിക്കും പ്ലാന്. അങ്ങനെ എത്തിയിട്ടുണ്ട്. ഇതിനെ പിടിച്ചിട്ട് സംഭവം സെറ്റപ്പ്. വെയിലെന്ന് വെച്ചാൽ ഒടുക്കത്തെ വരണം. ഒരുത്തൻ കുളിച്ചിട്ട് വന്നിരിക്കുകയാണ് വെയിലത്ത്. നമ്മളെ വള്ളം ഇങ്ങ് അടുത്തെത്തി. ഇനിയിപ്പോൾ ഈ ഒരു സാധനം എപ്പോൾ പോകുന്നതിൽ പറയാൻ പറ്റത്തില്ല. ഇതിൽ പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് പൈസ കൊടുക്കണമെന്ന് അറിയത്തില്ല. എന്തായാലും സാധനം അടുത്തെത്താറായി. ഇതാണ് നമ്മൾ സ്ഥലം മറക്കണ്ട. അമ്പൂരി ഇതുപോലത്തെ കുറച്ച് ആക്ടിവിറ്റീസിലൊക്കെ ഉണ്ട്. വന്നു കഴിഞ്ഞു ഉറക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്പീഡ് കഴിക്കുക. വെള്ളത്തിക്കറന്നുള്ള പ്ലാൻ. നല്ല വെയിൽ വന്നിട്ടുണ്ട്. ചേട്ടൻ ഒന്നാം പോയതാണ്. പക്ഷേ കട്ടപ്പ് നമ്മൾ റോഡെത്തിയിട്ടുണ്ട്. നമ്മളെ സാഹസികമായ ബോട്ടെത്തിയിട്ടുണ്ട്. ഏകദേശം ചേട്ടാ ഇവിടെ എത്ര ആവശ്യമുണ്ട് തന്നല്ലേ? ഒരു 3-4 അടുത്ത് ആവശ്യമുണ്ടെന്ന് അവർ 4-5 ആൾക്ക് ആവശ്യമെന്നാണ് പറഞ്ഞത്. കണ്ടോ എന്ത് സൂപ്പർ സ്ഥലമാണ്. നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ ഇത്രയും നല്ല സ്ഥലത്ത് എങ്ങനെയാണ് ഗ്രൗണ്ട് അടിക്കുന്നത്? അപ്പോൾ സ്ഥലം മറക്കണ്ട. അമ്പൂരിൽ വരികയാണെങ്കിൽ ഇതുപോലത്തെ കുറച്ച് സെറ്റപ്പുകളൊക്കെ നമുക്ക് പങ്കെടുക്കാൻ പറ്റും. കമ്മുണ്ട് പക്ഷേ പോണില്ലേ? അയ്യോ വലിച്ച് വയ്യ. മൊത്തം ഇവിടെ കിടക്കേണ്ടി. കൂടുതൽ അട്ടകാസിലത് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെറ്റപ്പായിട്ട് പോകാം. പോണില്ലേ? അത് ഇത് അടിയൊഴുക്കുള്ള സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് സാധനം പോകണം നമുക്ക് അറിയാൻ പറ്റത്തില്ല. കയറാഞ്ഞ് തന്നെ വലിക്കണം. എനിക്ക് വയ്യേ. അല്ലെ പലതരം ചങ്ങാടം കണ്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ട് കാണാം. സത്യം പറഞ്ഞു കഴിഞ്ഞു. അല്ല അടിപൊളിക്കൊള്ളുണ്ട്. നിർത്തിയിട്ടുണ്ട്. കറക്റ്റ് അവർക്കറിയാം. കറക്റ്റ് നമുക്ക് കേരള സൈഡായിട്ടില്ല. കുറച്ച് റിവേഴ്സ് പോട്ടെ. ഇത് വെള്ളത്തിൻ്റെ ഒഴുക്കിലാണ് പോണത് കേട്ടോ. പോട്ടെ. ഈ സാധനം
കഷ്ടമാണ്, എപ്പോഴേ കയറാൻ ശ്രമിച്ചാണ്. അപ്പം ഞാൻ വന്ന ഒരു സാധനം ഇതാണ്. ഇതിൻ്റെ പേര് ചങ്ങാടന്നൊക്കെയാണ് പറയണത്. സൈക്കോളജിക്കലി ഇത് പണ്ടത്തെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ഒരു സംഭവമാണ്. ആരും മറക്കണ്ട, ഈ സ്ഥലത്ത് വരാണെങ്കിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. അതെ, വള്ളത്തിൽ കയറാമെന്ന് പറഞ്ഞാൽ ഞാൻ വന്നത്. പക്ഷേ വള്ളത്തിൽ കയറാൻ വേണ്ടി ഒന്നാമത്തെ കാര്യം നല്ല വെയിൽ, രണ്ടാമത്തെ കാര്യം ചേട്ടാ ഉണ്ണാൻ പോയി. ഇനി 1 മണിക്കേ ഉള്ളൂ. അതിന് ചിലപ്പോൾ താമസിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ പ്ലാൻ നടക്കത്തില്ല. അപ്പോൾ ഞാൻ പിന്നെ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം ഇത് അല്പം ഡേഞ്ചറാണെന്ന് പറയാം. കാര്യം ഇതിനകത്തുള്ള ഷീറ്റ് അവർ വെള്ളിയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അവരിത് കെട്ടിയിട്ടൊന്നുമില്ല. പൊട്ടി താഴെ വീണ് കഴിഞ്ഞാൽ ഏകദേശം 6-7 ആൾ പൊക്കമുണ്ട് ഈ വെള്ളം. അതിനകത്ത് പോയി നിൽക്കും. പിന്നെ എമർജൻസി ആയിട്ട് കുറച്ച് ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പ്രശ്നമില്ല. നമുക്ക് എന്തെങ്കിലും ആണെങ്കിൽ ചാടിക്കയറി കുളിക്കാനൊക്കെ പറ്റും. ആൾക്കാരൊക്കെ വഴിയിൽ നിന്ന് കുളിക്കുന്നുണ്ട്. അപ്പോൾ സ്ഥലം മറക്കണ്ട, അമ്പൂരിയിലാണ്. അമ്പൂരിയിൽ പുതിയ പാലം. ഓ ചവിട്ടി താന്ന് കേട്ടോ, ശ്രദ്ധിക്കുക, നോട്ട് ദ പോയിന്റ്. അപ്പം കൂടുതൽ ചവിട്ടി നീട്ടുന്നില്ല. അപ്പം അടുത്ത വീഡിയോ